സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽ ഷാ അൻസാറാണ്. അഖിൽ ഷാ, ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? കൃഷ്ണ, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്നത്തെ കാര്യം നോക്കിയാൽ തന്നെ 3 ജില്ലകൾ ഒഴികെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇവിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റുള്ള കോട്ടയം അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം ഈ തെക്കൻ ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി ഒരു ന്യൂനമർദ്ദ പാത്തിയും അതുപോലെ തന്നെ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കൂടി വരുന്നത്. അടുത്ത 5 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഒപ്പം ഈ കേരള അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്ന മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് അത് തുടരും എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി, ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിശദീകരിക്കുകയായിരുന്നു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്.